ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ബോട്ട് യാത്രയുടെ വീഡിയോ ആയിട്ടാണ്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ബോട്ട് യാത്രയാണ്. വൈകുന്നേരം എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് പോയി തിരിച്ച് എറണാകുളം ബോട്ട് ജെട്ടി വരുന്നവരുള്ള ഒരു ചെറിയ യാത്രയുടെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഈ ബോട്ട് യാത്ര നടത്തുന്നത് ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ്. ബോട്ടിൽ നല്ല ആളുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷയെക്കാളും കൂടെ ആളുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് ബോട്ടിലേക്ക് ഫോർട്ട് കൊച്ചി വരെ വെറും 6 രൂപയേ ഉള്ളൂ. അതും വളരെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു നൈസ് ആംബിയൻസ് കിട്ടുന്ന ഒരു നല്ലൊരു യാത്ര അനുഭവമായിരിക്കും. എറണാകുളം ബോട്ട് ജെട്ടി എന്നുള്ളത് സർക്കുലറാണ്. അതിൽ എറണാകുളം, പിന്നെ അതിന് ഐലൻഡ് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി, പിന്നെ വൈപ്പിൻ, പിന്നെ തിരിച്ച് അതേപോലെ വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, ഐലൻഡ്, എറണാകുളം, അങ്ങനെയാണ് സർക്കുലർ ബോട്ട് ഓടുന്നത്. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലത്തെ ഒരു ചെറിയ യാത്രയൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഇതെല്ലാവർക്കും, ഇപ്പം സാധാരണക്കാർക്കും അത്യാവശ്യം എല്ലാവർക്കും പറ്റുന്ന ഒരു ബോട്ട് യാത്ര തന്നെയാണ്. ഒരു 35-40 മിനിറ്റ് എടുക്കും എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചി വരെ പോകാൻ ബോട്ടിന്. ബസ്സിനാണെങ്കിൽ അതിൽ കൂടുതൽ സമയവും വരുന്നുണ്ട്, ഇന്ധന ചെലവും വരുന്നുണ്ട് പോകുമ്പോൾ. ബസ്സിനാണെങ്കിൽ പോലും അതിനും കൂടുതൽ കാശ് വരുന്നുണ്ട്. അപ്പോൾ 6 രൂപ നമുക്ക് ആർക്കും വലിയ ചിലവല്ല. പിന്നെ ഇതേപോലെ പല വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ കാണാൻ പറ്റും. ഈ ഐലൻഡിലെ വാർഫിൽ കപ്പലൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഇതിനകത്ത് തന്നെ കപ്പലും, ഇത് എണ്ണ ടാങ്കറാണ്. അവിടെ എണ്ണ ടാങ്കറിൽ എണ്ണ ഇറക്കുന്നതൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇത് കൂടാതെ വാട്ടർ മെട്രോ ഉണ്ട് വൈപ്പിനിലേക്കാണ്. അത് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നല്ല, ഹൈക്കോർട്ടിലെ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ബോട്ടുള്ളത്. അതിലും ഇതുപോലെ 10 രൂപ കണ്ടാണ് ബോട്ട് ചാർജ് വരുന്നത്. അത് സർക്കുലറല്ല, നേരെ വൈപ്പിൻ, ഹൈക്കോർട്ട്, അങ്ങനെയാണ് ആ ബോട്ട്. അത് AC ബോട്ടാണ് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റും നല്ല രസമുണ്ടായിരുന്നു ബോട്ടിന് പോകാൻ. അത് അത്യാവശ്യത്തിൽ കൂടുതൽ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ കണ്ടെയ്നർ ടെർമിനലൊക്കെ നമുക്ക് കുറച്ചും കൂടി, അത്ര അടുത്തൊന്നുമല്ല, എല്ലാം കാണാൻ പറ്റും. അതിൽ ഐലൻഡിലെ വാർഫിലും കപ്പലൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഈ ബോട്ട് ഏതാണ്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ ബോട്ട് ചെന്ന് നിൽക്കുന്നത്. അത് എംബാർക്കേഷൻ ബോട്ട് ജെട്ടിയിൽ. അവിടെ നിന്നും കുറച്ചുള്ളൂ മട്ടാഞ്ചേരിയിലേക്കും. നേരത്തെ മട്ടാഞ്ചേരിയിലേക്കും ബോട്ടുണ്ടായിരുന്നു, സർക്കുലർ അതല്ലാത്ത ബോട്ട്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടി എത്തി. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ചൊന്ന് നടന്ന് പോയി തിരിച്ച് വീണ്ടും ബോട്ടിൽ കയറാനായിട്ട്, തിരിച്ചിറങ്ങാത്തേക്ക് ബോട്ടിൽ കയറാനായിട്ട് ബോട്ട് ജെട്ടിയിൽ വന്നതാണ്. അപ്പോൾ ബോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ബോട്ട് ജെട്ടിയിൽ രാത്രി കാഴ്ചകളാണ് കാണുന്നത്. അപ്പോഴത്തേക്കും ബോട്ടെത്തി. ഇതും വൈപ്പിനിൽ നിന്ന് വരുന്ന സർക്കുലർ ബോട്ടാണ്. നമ്മൾ ആദ്യം കയറിയ ബോട്ടിനകത്ത് ഡ്രൈവർ സ്റ്റിയറിങ്ങും, ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവർ സ്റ്റിയറിങ്ങും, ബാക്കിലായിരുന്നു ഗിയർ. ഈ ബോട്ടിൽ ഗിയർ ഇടുന്നതും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവർ തന്നെയാണ്. അങ്ങനെ ബോട്ട് അവിടെ നിന്ന് എടുത്തു. രാത്രി ആയതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട അത്രയും മനോഹരമായ കാഴ്ചകളും കിട്ടുന്നില്ല. ഇത് കസ്റ്റംസിൻ്റെ, നേവിക്കാരുടെ ഇതാണ്, കപ്പലൊക്കെ കടത്തിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് കൊച്ചി എന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ അടിക്കുമ്പോൾ കിട്ടുന്ന കസ്റ്റംസിൻ്റെ ബിൽഡിങ്ങാണ് ആ കാണുന്നത്. ഇത് രാത്രി ആയതുകൊണ്ട് അത്യാവശ്യം നമ്മളൊരു ബീച്ച് സെറ്റപ്പുള്ളൊരു ഡബിൾ ഡക്കർ ക്രൂസ് ബോട്ട് നമ്മൾ വെട്ടിച്ച് പോകുന്നുണ്ട്. നല്ല കാണാൻ ഭംഗിയുണ്ട്. ഉള്ളിൽ DJ ഒക്കെ നടക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ആ ബോട്ട് നമ്മുടെ ബോട്ടിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഇതിനകത്തും നല്ല രീതിയിലുള്ള നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കസ്റ്റംസിൻ്റെ ബിൽഡിങ്. അങ്ങനെ നമ്മൾ ഐലൻഡിൽ എത്തിച്ചേർന്നു. രാത്രി ആയതുകൊണ്ട് അധികം ആൾക്കാർ കയറാനില്ല. പിന്നെ ഈ ഇവിടെ വർക്കിംഗ് ഡേയ്സിലാണ് കൂടുതൽ തിരക്കുള്ളത്. എന്നാലും ആൾക്കാർ അത്യാവശ്യം കയറാനും ഉണ്ട്. ഇറങ്ങാനാരും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. ഇത് ലക്ഷദ്വീപിലേക്കുള്ള കപ്പലാണ്. ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ കപ്പലാണ് കിടക്കുന്നത്.
പോകാൻ റെഡിയായിരിക്കണയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എങ്കിലും ലക്ഷദ്വീപിലേക്കുള്ള കപ്പലൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.